ബംഗ്ലാദേശ് കഴിഞ്ഞു. ട്രംപിൻ്റെ അടുത്ത മണി പാകിസ്ഥാനിട്ടാണെന്ന് പറയുന്നത്. എന്താ സംഭവം? പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ ഒരു ഹോട്ടൽ അവിടെ മൻഹാട്ടനിലുണ്ട്. അവരല്ലേ പണ്ട് ഞങ്ങൾ ഈഫൽ ഗോപുരത്തിന് നേരെ വിമാനം വരുന്നു പാരീസിലേക്ക്, ഗോപുരം തകർക്കാൻ വരുന്നു എന്ന് പരസ്യം ചെയ്തവരല്ലേ ഈ പാകിസ്ഥാൻ PIA? അതെ, PIA വലിയ നഷ്ടത്തിലായതുകൊണ്ട് അവരുടെ അസറ്റുകൾ മുഴുവൻ ലേലം ചെയ്യാനൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അസറ്റുകൾ മേടിക്കാനൊന്നും കാര്യമായിട്ട് ആളുകളൊന്നും വന്നില്ല. ഒരുത്തൻ വന്നത് എന്തോ 300 കോടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു റിയൽ എസ്റ്റേറ്റുകാരൻ ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരുത്തനൊക്കെയാണ് വന്നത്. പശ്ചാത്തലം ചെക്ക് ചെയ്തപ്പോഴൊന്നും ശരിയല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് IMFൻ്റെ വലിയ വായ്പ $1.1 ബില്യൺ അവരനുവദിക്കുകയൊക്കെ ചെയ്തിരുന്നു. IMF ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊന്നും പാകിസ്ഥാൻ ചെയ്യുന്നില്ല, ഉപാധികൾ വെച്ചതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ IMF ലോണിൽ തിരിച്ചടയ്ക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു പരിപാടി ഡീപ് സ്റ്റേറ്റ് പാകിസ്ഥാന് ചെയ്തു കൊടുത്തു. ഈ പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ PIA, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ്, അവരുടെ ഒരു ഹോട്ടൽ മൻഹാട്ടനിലുണ്ട്, ഹോട്ടൽ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞു. അത് കൈമാറി വന്നതുകൊണ്ടാണ് റൂസ്വെൽറ്റ് ഹോട്ടൽ എന്നതിന് പേരിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി മേയറും ആ സിറ്റി കൗൺസിലും ഒക്കെ ചേർന്നിട്ട് 3 വർഷത്തെ പാട്ടത്തിന് എടുക്കുന്നൊരു കരാറുണ്ടാക്കി ഒരു 5-6 മാസം മുമ്പ്. അപ്പോൾ എന്നിട്ട് കുറേ പൈസ പാകിസ്ഥാനെ ഒരുമിച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള കരാറ്. അപ്പോൾ അതിനുവേണ്ടി ബൈഡൻ്റെ സർക്കാർ $80 മില്യൺ ന്യൂയോർക്ക് സിറ്റിക്ക് കൊടുത്തിരുന്നു. ആ കരാറിൻ്റെ ഭാഗമായിട്ട് സഹായം എന്നുള്ള നിലയ്ക്ക് 695 കോടി രൂപ വരും നമ്മുടെ കറൻസിക്ക്. അത് ഇന്നലെ ബാങ്കിൽ നിന്ന് മറ്റേ അമേരിക്കൻ ഭരണകൂടം മൊത്തത്തിൽ പിൻവലിച്ചു. ഇനി എന്ത് കഴിക്കും? വായുഭക്ഷണം. അതാണ്. അപ്പോൾ ഈ കുടിയേറ്റക്കാരെ പാർപ്പിക്കാനായിട്ട് ഡീപ് സ്റ്റേറ്റ് ഉപയോഗിച്ച് വരുന്ന ഹോട്ടലാണിത്. ഈ ഡിറ്റൻഷൻ സെൻറ്റർ എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ പറഞ്ഞ പോലെ ന്യൂയോർക്ക് സിറ്റി ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ ഹോട്ടൽ ആണ് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി. പ്രത്യേകിച്ചും ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അവിടെ പ്രയോറിറ്റി എന്നൊക്കെ ഉള്ളത് അറിയാം. ഇത് മസ്കും വിവേക് രാമസ്വാമിയും അവരൊന്നിച്ച് ഈ മറ്റേ സംവിധാനത്തിലുണ്ടായിരുന്നല്ലോ, കോസ്റ്റ് കട്ടിങ് സംവിധാനത്തിൽ ചെലവ് ചുരുക്കൽ അന്ന് പറഞ്ഞിരുന്നതാണ് ഇത് അനാവശ്യമായിട്ട് അമേരിക്കൻ സർക്കാർ ചെലവ് ചെയ്യുന്നതാണ്. അല്ല, ഇപ്പം ഇനി അവരെ എന്ത് ചെയ്യും? ഇവരെയോ? അവിടെ താമസിക്കുന്നവർ? അല്ല, ഈ ന്യൂയോർക്ക് സിറ്റി വേറെ 100 ഹോട്ടലുകൾ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ തന്നെയൊക്കെ. അതിനും ഇത് ബാധകമാണല്ലോ. ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇന്ത്യ അടുത്ത അടുത്ത സംഘം വരികയാണല്ലോ അമൃത്സറിലേക്ക്. അപ്പോൾ ആ പരിപാടി ഡീപ് സ്റ്റേറ്റിൻ്റെ പൊളിയാണ്. അപ്പോൾ 59 മില്യൺ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു ലക്ഷറി ഹോട്ടലുകൾ എടുത്തിട്ട്. അത് അമേരിക്കയ്ക്ക് ഒരു ഗുണവുമില്ലാത്ത പരിപാടിയാണ് ബൈഡൻ സർക്കാർ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പിൻവലിച്ച കാര്യം. പിന്നീട് ചോദിച്ചപ്പോൾ ബാങ്കും സ്ഥിരീകരിച്ചു മൊത്തം അങ്ങോട്ട് വിത്ത്ഡ്രോ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈഡൻ ഈ ഫെമ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, ഫെഡറൽ മാനേജ്മെൻറ്റ് ഏജൻസി. ഇവർ ഈ ഹരിക്കെയിൻ ഹെലേൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ദുരിതബാധിതരെ സഹായിച്ചിരുന്നില്ല. ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി സഹായിച്ചില്ല. എന്നിട്ട് ആണ് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് ചുഴലിക്കാറ്റ് വന്നപ്പോൾ സഹായിക്കാതെ കുടിയേറ്റക്കാരനെ സഹായിക്കാൻ പോയി. നാട്ടുകാരെ സഹായിക്കാൻ പോയില്ല, അനധികൃതമായിട്ട് അവിടെ വന്നിരുന്നവരെ സഹായിക്കാൻ പോയി. അപ്പോൾ ക്രിസ്റ്റി നോയം, ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി, പറഞ്ഞിട്ടുണ്ട് ഈ ഫെമ എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സംവിധാനമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞ ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി, അത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സംവിധാനമായിരുന്നു.
ഈ ന്യൂയോർക്ക് സിറ്റി ഇവർക്ക് വേണ്ടി ഹോട്ടലുകൾ എടുക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ താല്പര്യത്തിനെതിരെ ഇനി ഒറ്റ പൈസ പോലും മുടക്കുന്നതല്ല. അത് വളരെ വ്യക്തമായി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പാകിസ്ഥാനികൾക്കുള്ള ഫണ്ടാണ് ഇപ്പോൾ ആദ്യം ക്യാൻസൽ ചെയ്തത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത്തരം ഹോട്ടലുകളിൽ വെനസ്വേലയിൽ നിന്നുള്ള ട്രെൻ ഡി അറാഗ്വ എന്ന് പറഞ്ഞ ഗാങ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് കാർട്ടലുകൾ, ആ ഗാങ്ങിൻ്റെ ആളുകളെയും താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. കൊള്ളാം, ചേരുമ്പടി ചേരും. ആ ഈ സോറോസിന് ഈ ഡ്രഗ് കാർട്ടലുകളൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടല്ലോ. അപ്പൊ ഈ അവർക്ക് ഒരു ലക്ഷറി ഹോട്ടൽ എടുത്ത് കൊടുത്തിരിക്കുക, അവിടെ താമസിച്ചോളാം. അവിടെ താമസിച്ചിട്ട് നിങ്ങൾ ആര് വേണമെങ്കിലും വെടിവെക്കുവോ, ഡ്രഗ് കച്ചവടം ചെയ്യുവോ, ഇങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ട്രംപ് ഇപ്പോൾ വന്നപ്പോൾ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വെനസ്വേല കാർട്ടലിനെ 5000 പേരുള്ളൊരു ഭീകര സംഘടനയാണത്. ന്യൂയോർക്കിൽ ഒറോറ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റും എടുത്ത് ഈ ഭീകര സംഘടനയുടെ ആളുകൾ, അനധികൃത കുടിയേറ്റവും ഡ്രഗ് കാർട്ടലും. ഇതാണ് ഡീപ് സ്റ്റേറ്റ് ഈ ഭീകര സംഘടനയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കി കൊടുത്ത പോലെ ഓഫീസുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മൻഹാട്ടൻ ഹോട്ടലിൻ്റെ കഥ 1978 പോൾ മിൽസ്റ്റീൻ വാങ്ങിയിട്ട് ഈ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിന് പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യം പാട്ടത്തിനെടുത്തിരുന്നു സ്വന്തമാകുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് PAയും സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ ഖാലിദ് ബിൻ അബ്ദുൾ അസീസും കൂടി 2000 വാങ്ങി. അത് കഴിഞ്ഞ് ഈ രാജകുമാരനെ ഒഴിവാക്കി പാകിസ്ഥാൻ തന്നെ സ്വന്തമാക്കി. ആദ്യം കാശുണ്ടായിരിക്കില്ല. അപ്പോൾ സൗദി രാജകുമാരനോട് പോയിട്ട് നിങ്ങളും കൂടി പാർട്ട്ണറാവുക, നമുക്കിപ്പോൾ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തായിരിക്കും. പിന്നെ അയാളെ ഒഴിവാക്കി. 2023 ഇത് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ ഷെൽട്ടറായിട്ട് മാറ്റിയത്. 2 കൊല്ലമായി. അപ്പോൾ 3 കൊല്ലത്തെ കരാറ് ന്യൂയോർക്ക് സിറ്റിയുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് $220 മില്യൺ വാടകയായിട്ട് ന്യൂയോർക്ക് സിറ്റി പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1913 കോടി വരും അത്. അതാണ് ഈ IMFൽ നിന്ന് കിട്ടുന്നതിൻ്റെ കുറച്ച് ഇതുകൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത്. ഇനി നടപ്പില്ല അത്. അപ്പോൾ IMFൻ്റെ അടുത്ത ഗഡുക്കളും പിൻവലിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് പാകിസ്ഥാനുള്ള പണികൾ ഓരോന്നോരോന്നായി അലമാരിൽ നിന്ന് എടുക്കുകയാണ്. തുടങ്ങി, വടിയെടുത്തു, വീശി തുടങ്ങി. അതെ, മാത്രമല്ല ഈ തഹവർ റാണ അയാളും പാകിസ്ഥാനിയാണല്ലോ. അതെ അതെ, പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ 1025 മുറിയുണ്ട് അതിൻ്റെ അകത്ത്. കൂറ്റൻ ഹോട്ടലാണല്ലേ. 1025 മുറിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 1200 മുറിയുണ്ട്. 19 നില 1924 പണിതത്. ഒരു മുറി ഒരു രാത്രി $210 എന്നുള്ള നിരക്കിലാണ് ഈ പാകിസ്ഥാന് കൊടുക്കുന്നത് ന്യൂയോർക്ക് സിറ്റി. അതാണ് ഈ 1913 കോടി വരുന്നത്. കോവിഡ് കാലത്ത് ഈ ഹോട്ടലിൽ ആരും താമസിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, സ്വാഭാവികം. അങ്ങനെ $25 മില്യൺ ബാധ്യതയുണ്ട് ആ ഹോട്ടലിന് പാകിസ്ഥാന്. 2023 മെയ്യിൽ ഇത് അഭയാർത്ഥി സങ്കേതമായിട്ട് മാറി. ഇതാണ് 14,000 മുറികൾ ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി ന്യൂയോർക്ക് സിറ്റി എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന്. 14,000 മുറികൾ. ഒരു മുറിയിൽ പല ആളുകൾ താമസിക്കുമല്ലോ. ഏതായാലും ഇവരെയൊക്കെ വലിയ താമസമില്ലാതെ വിമാനങ്ങളിൽ കയറ്റി സ്വന്തം രാജ്യത്തേക്ക് തട്ടുന്ന പരിപാടി ഇപ്പോൾ ട്രംപ് തുടങ്ങുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വിലങ്ങും ചങ്ങലയുമായിട്ട് കുറേ പേർ പോകുമ്പോൾ ബ്രിട്ടാസ് എന്ന് പറയും. ബ്രിട്ടാസ് കാണൂല, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.